ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ എഴുന്നേറ്റിട്ട് പല്ലിയേക്കാളുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് എന്തായാലും പല്ലിയേക്കാം. ഓക്കെ, അപ്പം ഇന്ന് എവിടെയെങ്കിലും പഠിക്കണമെന്നാണ്, നാളെ എക്സാം ആയതുകൊണ്ട് പഠിക്കണമെന്നാണ്. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും പല്ലിയേക്കാം. ഇത് വരുന്ന ബ്രഷാണ് ഗൈസ്. ഞാൻ ഇന്നലെ രാത്രി തേച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഹോട്ടൽ അയോധ്യ ആണ് നമ്മൾ താമസിക്കുന്നത്. ഇത് നമുക്ക് പല്ലിയേക്കാം. ഓക്കെ, നമുക്ക് ഫ്രഷപ്പായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോണേണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേണ്. ഓക്കെ, ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടയിലാണ് പോണത്. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഥയിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മസാല ദോശയും, എൻ്റെ അച്ഛൻ പൂരിയും, ശ്രീയുടെ അച്ഛൻ മസാല ദോശ. ഞങ്ങൾ 3 മസാല ദോശ 2 പൂരിയാണ് പറഞ്ഞേക്കുന്നത്. ആൾക്കാർക്ക് ട്രാഫിക്കിൽ ഒരു ശ്രദ്ധയിലില്ല. എൻ്റെ ദൈവമേ, സീബ്ര ലൈനും ഇല്ല, സീബ്ര ക്രോസിംഗ് ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ഇവിടെ അങ്ങനെ നടക്കണമെന്ന് നോക്കണം കൂടി ഇല്ല. ഇടയിൽ കൂടി അങ്ങനെ കയറ്റി കൊണ്ടുപോകണം. അത് മാത്രം ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. വളരെ നല്ലൊരു പ്രശ്നമായിട്ട് തോന്നി. ഭയങ്കര പൊടിയാണ് ഇവിടെ. പിന്നെ ഭയങ്കര പൊടിയാണ്. നിറച്ച് കോളേജ് പിള്ളേരാണ്. എനിക്കൊന്നും എവിടെയോ കോളേജൊക്കെ ഉണ്ടെന്ന് തോന്നാം. നമ്മുടെ എക്സാം എഴുതാമെന്നവരാണോ എന്ന് അറിയില്ല. ഞങ്ങളുടെ എക്സാം എഴുതുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആണ്. ഹോട്ടൽ ഒപ്പാലിലാണ് എക്സാം. നാളെയാണ് എൻ്റെ എക്സാം. മൈ ഗോഡ്, അയ്യോ എനിക്ക് പേടിയാണ്. ഞങ്ങൾ ഇത്തിരി നേരം ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി കഴിച്ചിട്ട് നമ്മൾ പോയിരുന്ന് വീണ്ടും പഠിക്കും. എവിടെയെങ്കിലും അല്ല, നമ്മൾ അവിടെ പോയി ഇരിക്കാം. മസാലദോശ ഇത് കൊള്ളാലോ, കുഴപ്പമൊന്നുമില്ല. ഫുഡ് മസാല ദോശ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലേ, നല്ല രസമുണ്ടായിരുന്നു. കേരളയിൽ കിട്ടണ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. അനിതാസ് ബ്രേക്ക്ഫാസ്റ്റ്, ഉടുപ്പി റെസ്റ്റോറൻറ്റാണ്. നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അതേ രീതിയിൽ തന്നെ നമ്മളെന്തോ ഓർഡർ ചെയ്ത് എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ സെക്കൻഡ് ഡേ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ പഠിക്കണമായിരുന്നു. അത് പുലാവാണ് നമ്മൾ ഓർഡർ ചെയ്തത്. വെജിറ്റബിൾ പുലാവ്, സാലഡ്, പിന്നെ എന്തോ ചാറാറ്. ഇനി കഴിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കിടന്ന് കുറച്ച് ടി വിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണിയൊക്കെ അല്ലേ, 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ശ്രീയുടെ അമ്മ മിച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിച്ചർ കഴിച്ചു, ചായ കുടിച്ചു. ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള കെറ്റിലൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നായിരുന്നു, റൂം കാണിച്ചു തന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ഉണ്ട്, ഇവിടെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നത് ഇന്നലെ തീർത്തു. ഞങ്ങൾ ഇന്ന് ഉച്ചയപ്പോൾ തീർന്ന്. അല്ലെങ്കിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. വെജ് പുലാവായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഈ ഡേ 2 കോൽഹാപ്പൂർ വ്ളോഗിലൊന്നും ഇല്ലായിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടി വീഡിയോ ആണ് ഇടാൻ പോണത്. അപ്പോൾ നാളെ എക്സാമാണ്. അപ്പോൾ ഞങ്ങൾ ഇരിക്കണമായിരുന്നു. ഇപ്പോൾ അതേ റൂം ക്ലീൻ ചെയ്യാൻ ഒക്കെ വന്നപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ തന്നു നമുക്ക്. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ വാട്ടർ ബോട്ടിലും ഇതൊക്കെയാണ് ശ്രീയുടെ അമ്മ നമുക്ക് തന്നു വിട്ടിരിക്കുന്നത്. ഇത് ഉണ്ണിയപ്പം കൊണ്ടാണ് ഇതാണ്. പക്ഷേ ഉണ്ണിയപ്പം തീർത്തമ്മ ഇതിനകത്ത് മിച്ചറിട്ട് വെച്ച്, ഇതിനകത്ത് മിച്ചറാണ്. ഇത് എന്താ നുറുക്ക് ചിപ്സൊക്കെയാണ്. ഇതൊക്കെ 4 ദിവസം തിന്ന് തീർത്തിട്ടാണ് പോകാനായിട്ട്. പിന്നെ ഇത് നമുക്ക് കോഫി ഉണ്ട്, ടീ ഉണ്ട്. ഇതാണ് കെറ്റിലും. നമ്മൾ ടിഷ്യൂ ഒക്കെ തന്ന പ്ലേറ്റ് ആട്ടാം. അത് വലിയ ഉപകാരമായി ഞങ്ങൾക്ക്. മിച്ചറിട്ട് തിന്നാൻ പറ്റി. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയൊക്കെ കഴിച്ചു. ഇപ്പോൾ അതേ നമുക്ക് വെള്ളം കൊണ്ടുവന്നു ഇവിടുത്തെ ചക്കമരി. അപ്പം നല്ലൊരു അടിപൊളി ആണ്, എനിക്കിഷ്ടപ്പെട്ട്. ഈ കസേര ഇവിടെ കിടക്കേണ്ടതാണ്, ഈ കൊച്ചി ഇവിടെ എടുത്തിട്ട്.
പിന്നെ എന്തായാലും കുറച്ച് നാളെ എക്സാം, നാളെ 9 മണിക്ക് നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പഠിക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഓക്കെ. അടുത്ത ട്രിപ്പ് ഫുഡ് കഴിക്കാൻ അത് വളരെ കറക്റ്റ് നടക്കണം. കടിങ്ങനെ കഴിക്കാൻ പോണേന്. നമുക്ക് കട ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അലക്കണ സംഭവം എന്താണ്? തിന്നുക, വന്നിരിക്കുക, പഠിക്കുക, ബാക്കിയുള്ള ജോലി നമ്മുടെ. അപ്പം നമ്മൾ രാത്രി പൂരി ആൻഡ് കറിയാണ്. ഇതാണ് കറി. സവാള കിടക്കേണ്ടത് ഇതൊക്കെ തന്നെ. ശ്രീ എല്ലാവരും പൂരിയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ നടക്കാണ്. ഇപ്പം ഞാൻ പഠിക്കണമായിരുന്നു. അതിന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ നടക്കാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. ഇതെൻ്റെ അച്ഛൻ്റെ ഷേവിങ് ചെയ്യാനായിട്ട് അച്ഛൻ മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേന്. ഈ വഴി നേരെ കുറേ പോകുമ്പോൾ ഓക്കെ വീണ്ടും നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. മഴ വരാൻ ചാൻസ് ഉള്ളതാണ്. തടുത്ത കാറ്റ് വിടാം. ഓക്കെ, നമ്മൾ തിരിച്ച് വീട്ടിൽ പോണേണ്. വീട്ടിൽ പോണേണെന്ന് തിരിച്ച് റൂമിൽ പോണേണ്. ഇനിയും 2 ദിവസം കൂടി ഇവിടെ തന്നെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സാമാണ്, അത് കഴിയുമ്പോൾ ശ്രീക്ക് എക്സാമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ പോകും വീട്ടിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ കാര്യം ഞാൻ എന്താണ് നോക്കിയ ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ടാണ് നടക്കുന്നത്. എന്നിട്ടും എനിക്ക് തണുക്കണം. ഈ ഇതിൻ്റെ നടുക്കൊരു സെപ്പറേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മറ്റേ പൂവുണ്ടല്ല, ഈ പൂവിൻ്റെ പേരെന്താ? ആ പൂവ് കൊടുത്തേക്കണേണ്. ഓക്കെ, അച്ഛന്മാർ പോണ് ഞങ്ങൾ. അപ്പൊ ട്രാഫിക്കിൽ ഒരു ശ്രദ്ധയില്ല ഇവർക്ക്. വൺ വേ ആണ്, പക്ഷെ അവിടെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വണ്ടി പോണത്. ഒരു കാലം ഇവിടെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കാം.